ഞാൻ ഉണ്ടാക്കുന്നത് നല്ല നാടൻ പഴംപൊരിയാണ്. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ അരിമാവ് വെച്ചിട്ടുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടെ ഇതുപോലെ ചായക്കടയിൽ പഴംപൊരി തിന്നാനുള്ള ആഗ്രഹം വരുന്ന സമയത്ത് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കും, മൈദയിൽ ഉണ്ടാക്കുന്ന പഴംപൊരി. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. ഈ മൈദ ഒരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടിയാകുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടിരിക്കും പഴംപൊരി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മധുരം ചേർക്കാം. 5 ടേബിൾ സ്പൂൺ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല കട്ടിയുള്ള ബാറ്റർ ആക്കിയിട്ട് മാറ്റണം. വെള്ളം ആദ്യം തന്നെ കുറേ ഒഴിക്കണ്ട, ചിലപ്പോൾ മാവ് ലൂസായി പോവും. അതുകൊണ്ട് കുറച്ചായിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് ലൂസായി പോവരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഷേപ്പിൽ കിട്ടില്ല. അല്പം കട്ടിയുള്ള ബാറ്റർ ആക്കിയിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് ഇത് ഇരിക്കേണ്ടത്. ഒരു ഇഡ്ഡലി മാവിനേക്കാളൊക്കെ നല്ല കട്ടിയിലിരിക്കണം. ഈ മാവ് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴമാണെങ്കിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് പഴുത്ത പഴം തന്നെ എടുക്കണം. നമുക്ക് ഈ പഴത്തിൻ്റെ തൊലി കളയാം. എന്നിട്ട് ഈ പഴം ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. പകുതിയായിട്ട് കട്ട് ചെയ്തതിന് ശേഷമല്ല എടുക്കുന്നത്, നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ പഴം അത്രയധികം നീളമൊന്നുമില്ല, അത്യാവശ്യം ചെറിയ പഴമാണ്. അതുകൊണ്ട് ഞാനിത് നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ 2 അറ്റവും കുറച്ചൊന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. ഞാനൊരു പഴം 5 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് 2-3 പീസായിട്ട് കട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ പഴം കൂടുതൽ കട്ടിയിലെടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നേരിയ കഷ്ണങ്ങളായിട്ട് ഞാൻ 5 പീസായിട്ട് ഇത് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ വണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പഴം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി പഴംപൊരി ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ബാറ്റർ റെഡിയാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ഈ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞ് ഉള്ളൊന്നും വേവാതെ ആയിപ്പോവും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും ചെയ്യരുത്, പഴം പൊങ്ങി കിട്ടില്ല. ഒരു വശം ഫ്രൈ ആകുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. 2 വശവും നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഈ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിതൊരു കിച്ചൺ ടവലിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് മുകളിൽ വരുന്ന എണ്ണയൊക്കെ ടവൽ വെച്ചൊന്ന് തുടച്ചെടുക്കാം. അതാകുമ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് പഴംപൊരി കഴിക്കാം. നന്നായിട്ട് കിച്ചൺ ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി, അതിലുള്ള എണ്ണയൊക്കെ അങ്ങ് പോയിക്കോളും. ഇതുപോലെ നമുക്ക് മുഴുവൻ പഴംപൊരി ഉണ്ടാക്കാം. അങ്ങനെ നല്ല നാടൻ തട്ടുകട സ്റ്റൈൽ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം നല്ല ചൂട് ചായയോടൊപ്പം ചൂട് പഴംപൊരി നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവർ ചിലരൊക്കെ ഉണ്ടാവും. അവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങളിത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.